എ ടു സെഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പി നോക്കാം. ആദ്യമായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകുകൾ പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു കൈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു ചെറിയ തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളി, വലുതാണെങ്കിൽ 1 തക്കാളി, ഒരു മുരിങ്ങയ്ക്ക, 3 പച്ചമുളക്, ഒരു വലിയ സവാള, ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് ആവി തട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് ചെമ്മീനും ചേർത്ത് നമുക്ക് ഇളക്കാവുന്നതാണ്. ഇത്ര ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിഴുപുളി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികൾ ചൂടാക്കിയെടുക്കാം. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് പൊടികൾ ചൂടാക്കിയെടുക്കാം. പൊടികൾ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നമ്മൾ വേവിക്കാൻ വെച്ച ചെമ്മീൻ വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പൊടികളും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ വളരെ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ആവശ്യാനുസരണം തേങ്ങാപ്പാലോ ചൂടുവെള്ളമോ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ചൂടുവെള്ളവും ഉപയോഗിക്കാം. ചൂടുവെള്ളം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാം. ആരും പച്ചവെള്ളം ഉപയോഗിക്കാതിരിക്കുക. തിളച്ച വെള്ളം ഉപയോഗിച്ച് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ കറക്റ്റ് നമ്മൾ വറുത്തരച്ച അരപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് നമുക്ക് വറുത്തരച്ച അരപ്പിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് 1 സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി കറക്റ്റ് നമ്മുടെ വറുത്തരച്ച അരപ്പ് കൊണ്ടുണ്ടാക്കുന്ന തീയൽ പോലെ തന്നെ ആയിരിക്കും കാണാനും കഴിക്കാനും എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.